തിരുവനന്തപുരം സ്വദേശിനിയായ നളിനി നാദസ്വര വിദ്വാനായ അച്ഛൻ്റെ മകളാണ്. അക്രൈസ്തവ പാരമ്പര്യത്തിൽ ജനനം. യേശുവിനെ അറിയാതെ ജീവിച്ച നാളുകളിൽ നിന്നും ജീവിതത്തെ മാറ്റിമറിച്ച ശക്തമായ അനുഭവങ്ങളാണ് നളിനിക്ക് നമ്മോട് പറയുവാനുള്ളത്. പാരമ്പര്യമായി പിന്തുടർന്നു വന്ന ആചാരങ്ങളിൽ നിന്നും ക്രിസ്തുവിൻ്റെ സ്വാതന്ത്ര്യത്തിലേക്ക് നളിനി എത്തിച്ചേർന്നു. ഞാൻ ജനിച്ചു വളർന്ന സ്ഥലം തന്നെ ബാലരാമപുരം കഴിഞ്ഞ് കട്ടച്ചൽക്കുഴി എന്ന സ്ഥലത്താണ്. എൻ്റെ സഹോദരങ്ങൾ എന്നെ ഉൾപ്പെടെ ഞങ്ങൾ 4 പേരാണ്. എൻ്റെ അച്ഛൻ്റെ പേര് കൃഷ്ണൻ, അമ്മയുടെ പേര് ജഗദമ്മ, മൂത്ത മകളായ എൻ്റെ പേര് നളിനി ജയകൃഷ്ണൻ, അതിന് നേരെ ഇളയത് ഒരാണാണ്, അവൻ്റെ പേര് ശിവൻ, പിന്നെ മൂന്നാമത്തെ ആളിൻ്റെ പേര് മോഹന ജയകൃഷ്ണൻ, 4ാമത്തെ ആൾ അംബിക ജയകൃഷ്ണൻ. ഇങ്ങനെ ഞങ്ങൾ ആ വീട്ടിൽ വളർന്നു. എൻ്റെ അച്ഛൻ നാഗസ്വര വിദ്വാനായിരുന്നു, ഭാഗവതരായിരുന്നു. എല്ലാ ക്ഷേത്രങ്ങളിലും പോയി എൻ്റെ അച്ഛൻ മേളം ചെയ്ത് കൊണ്ടുവരുന്ന പഴവും പൊരിയും ഇതെല്ലാം ഞങ്ങൾ കഴിച്ചാണ് വളർന്നിട്ടുള്ളത്. എൻ്റെ വീട്ടിനടുത്തൊരു ക്ഷേത്രമുണ്ട്, അവിടെ സ്ഥിരം മേളമാണ് എൻ്റെ അച്ഛന്. അവിടെയും ഞങ്ങൾ പഞ്ചരസം കൂട്ടി പൊങ്കാലയിടും. ആ പൊങ്കാലയിൽ നിന്നാണ് കോരിക്കൊണ്ട് ദേവിക്ക് നിവേദ്യം ചെയ്യാൻ പോകുന്നത്. ദൈവത്തിൻ്റെ സ്തോത്രം. അങ്ങനെയുള്ളൊരു ഭവനമാണ് ഞങ്ങളുടെ വീട്. മാത്രമല്ല, ഞങ്ങളുടെ വീട്ടിൽ എൻ്റെ അച്ഛൻ 41 ദിവസം വ്രതമെടുത്ത് 41 ദിവസവും ഈ വലിയ ഫോട്ടോ എടുത്ത് സപ്രമഞ്ചത്തിൽ വെച്ച് എൻ്റെ വീട്ടിൽ നിന്നും പനയാറക്കുന്ന് എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്. അതായത് ഇവിടെ നിന്ന് 2.5 കിലോമീറ്റർ വരും. അത്രയും ദൂരം 2 ഭാഗത്തുള്ള വീടുകളിൽ ഇവർ അതിൻ്റെ ഭജന പാടും. ഭജന പാടിയിട്ട് പഞ്ചവാദ്യ മേളത്തോടു കൂടിയാണ് ഈ സബ്രമഞ്ചം കൊണ്ടുപോകുന്നത്. അങ്ങനെ ഓരോ വീട്ടിലും ഇറക്കി വെച്ച് ഭജന പാടി ലാസ്റ്റിൽ ശംഖുനാദം ഊതി അതിന് ശേഷമാണ് ആ വീട്ടിൽ നിന്നും മാറുന്നത്. അങ്ങനെ ആ പനയാറക്കുന്നെന്ന സ്ഥലം വരെയും ഇവർ പാടിയിട്ട് തിരിച്ച് ഈ സബ്രമഞ്ചം ചുമന്നുകൊണ്ട് നമ്മുടെ കട്ടച്ചൽക്കുഴി സ്കൂളിൽ അവരെ ആ ഗ്രൗണ്ടിൽ ഈ ഒരു ശ്രീകൃഷ്ണനെ ഒരുക്കി ഉറിയും കെട്ടി വെച്ചേക്കും. ദൈവത്തിന് സ്തോത്രം. ആ ഉറിയടി മഹോത്സവത്തോടു കൂടിയാണ് 41 ദിവസത്തെ വ്രതം തീരുന്നത്. അപ്പോൾ അങ്ങനെയുള്ള വീട്ടിലെ മൂത്ത മകളാണ് ഞാൻ. പിന്നെ എൻ്റെ അനുജൻ്റെ പേര് അർജുനൻ, അച്ഛൻ്റെ സഹോദരങ്ങളുടെ പേര് സുഭദ്ര, വിശാലാക്ഷി, ഇങ്ങനെ ഇപ്പോൾ 6 പേരുണ്ട്. ദൈവത്തിന് സ്തോത്രം. എൻ്റെ വീട്ടിലാണെന്നുണ്ടെങ്കിൽ എൻ്റെ അച്ഛൻ ജീവനോടെ ഇരുന്നപ്പോൾ ദൈവത്തിന് സ്തോത്രം കൊടുതി, ദൈവത്തിന് സ്തോത്രം. അതേപോലെ തന്നെ മന്ത്രവാദം, ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ ചാവണപ്പ്, ദൈവത്തിന് സ്തോത്രം. ചാവണച്ച് അവർ ശരീരത്തെ അനുഗ്രഹിക്കുന്നത് വരെ അനുഗ്രഹിച്ച് വരുന്നത് വരെ ഇതെല്ലാം നടന്നുകൊണ്ടിരിക്കും. ദൈവത്തിന് സ്തോത്രം. പൂജയും കാര്യങ്ങളും കർമ്മങ്ങളും എല്ലാം നടന്നുകൊണ്ടിരിക്കും. അപ്പോൾ അങ്ങനെയുള്ള വീട്ടിൽ ഒരു സ്വൈരതയില്ല, ഒരു സ്വസ്ഥതയില്ല, ഒരു സമാധാനവും ഇല്ലാതെ എൻ്റെ അച്ഛൻ ജീവിച്ചിരുന്ന സമയത്ത് തന്നെ ഞങ്ങൾക്ക് ആ അച്ഛൻ നാഗസ്വര ഊതുമ്പോൾ ഉള്ള ഒരു ഇതേ ഉള്ളൂ. അത് കഴിഞ്ഞാൽ ഒരു സ്വസ്ഥതയും ഞങ്ങളുടെ കുടുംബത്തിനകത്ത് ആരുടെയും കുടുംബത്തിനില്ല അകത്ത് അത് അനുഭവിക്കാൻ കഴിഞ്ഞില്ല. ഇത്രയും വലിയ നല്ല സ്നേഹം ഒരിടവും ഇല്ല, ആരുടെ ഹൃദയത്തിലും ഇല്ല. എൻ്റെ അച്ഛൻ ഒരു മേളത്തിന് പോകാൻ സമയത്ത് പോയി കുളിച്ചും കൊണ്ട് വരുന്ന വഴിയിൽ ഇവിടെ അങ്ങനെ പൈപ്പും കാര്യങ്ങളൊന്നും അന്നത്തെ കാലത്ത് കുറവാണ്. അങ്ങനെ തോട്ടിൽ പോയി കുളിച്ചുകൊണ്ട് പകുതി വഴിയിൽ വന്നതും അച്ഛൻ ബോധം കെട്ടി വീഴുന്നു, അവിടെ കിടന്നു മരിക്കുവാനിടയായി തീർന്നു. പിന്നെ മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോയെങ്കിലും വഴിമധ്യേ അവരെ തിരിച്ചു കൊണ്ടുവരാനിടയായി തീർന്നു. ദൈവത്തിന് സ്തോത്രം. അത് കഴിഞ്ഞ് ഈ ദൈവങ്ങളെ പൂജാമുറിയിൽ വെച്ച് നമുക്ക് വെച്ച് കൊണ്ടാടുവാനോ ഞങ്ങൾക്ക് അതിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ ഈ 3 പെൺപിള്ളേരും ഞങ്ങൾക്ക് ഒരാണുണ്ട്, അവ അതോടെ ബോംബെയിൽ പോയി. ഞങ്ങൾക്ക് ഈ 3 പെൺപിള്ളേർക്കും അതിന് ഈ ദൈവങ്ങളെ വെച്ച് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റിയില്ല. ദൈവത്തിന് സ്തോത്രം. എങ്കിലും ഞങ്ങൾ വെള്ളിയാഴ്ച ദിവസം എന്ന് പറയുന്ന ആ ദിവസം പൂജാമുറിയിൽ കയറും, വിളക്ക് കത്തിക്കും, നാമം പറയും, ഇത്രയേ ഉള്ളൂ ചെയ്യാറുള്ളൂ. വേറെ ഒന്നും ഞങ്ങൾ ആ പൂജാമുറിയിൽ വെച്ച് വിളമ്പോ ഒന്നും ചെയ്യത്തില്ല. ദൈവത്തിന് സ്തോത്രം. അത് കഴിഞ്ഞ് അപ്പോൾ അച്ഛൻ മരിച്ചു. പിന്നെ ഞങ്ങൾക്ക് ഈ 4 പേർക്കും ജോലി ചെയ്ത് ഞങ്ങൾക്ക് ഭക്ഷണത്തിന് ഒരു നിവൃത്തിയില്ല. പിന്നെ എൻ്റെ അമ്മ കൂലിപ്പണിക്ക് പോകാൻ തുടങ്ങി. ദൈവത്തിന് സ്തോത്രം. കൂലിപ്പണിക്ക് എന്ന് പറയുമ്പോൾ അവർ കൂലിപ്പണി എന്ന് പറഞ്ഞാൽ എല്ലാ ജോലികൾക്കും എൻ്റെ അമ്മ പോകും.
അങ്ങനെ ഒരു ദിവസം പോയ സമയത്ത് അവരെ വഴിയിൽ വെച്ച് എൻ്റെ അമ്മയെ തൂക്കി അടിക്കാൻ ഇടയായി തീർന്നു. 2 അടി അടിച്ചു. 3ാമത്തെ അടിക്ക് എൻ്റെ അമ്മ യേശുവേന്ന് വിളിക്കുവാൻ ഇടയായി തീർന്നു. ദൈവത്തിന് സ്തോത്രം. അപ്പോൾ ആ വിളിയോടുകൂടി എൻ്റെ അമ്മയുടെ കാല് 3ാമത്തെ അടിക്ക് പിശാച് ഉപയോഗിച്ചില്ല. ഉടനെ തന്നെ ഒരു തെങ്ങിൻ്റെ മുട്ടിലെടുത്ത് എറിഞ്ഞിട്ട് ആ സമയത്ത് അമ്മയ്ക്ക് ഉള്ള അനുഭവം എന്ന് പറഞ്ഞാൽ പിച്ചിപ്പൂവിൻ്റെയും ഭസ്മത്തിൻ്റെയും അതിൻ്റെ മണവും ഭയങ്കര മണികിലുക്കുമായിരുന്നു. അപ്പോൾ എൻ്റെ അമ്മ ജനിച്ച് വളർന്നത് ക്രിസ്തീയ കുടുംബത്തിലാണ്. എങ്കിലും എൻ്റെ അമ്മ ഇവിടെ അച്ഛൻ്റെ കൂടെ വന്നതിന് ശേഷം ആ ക്രിസ്തീയപരമായിട്ടല്ല പോയത്. എൻ്റെ അച്ഛൻ ഹിന്ദുപരമായിട്ട് എങ്ങനെയാണോ ജീവിച്ചത് അതുപോലെ ക്ഷേത്രങ്ങളിൽ ചെന്ന് തൊഴുകയും അതനുസരിച്ച് ജീവിക്കുകയും ചെയ്തിരുന്ന മാതാവായിരുന്നു എൻ്റെ അമ്മ. ദൈവത്തിൻ്റെ സ്തോത്രം. ആ വീഴ്ചയോടുകൂടി ആ വിളിയോടുകൂടി എൻ്റെ അമ്മയെ പിന്നെ പിശാച് തൊട്ടില്ല. അതോടുകൂടി അവരെ കൊണ്ടുവന്ന് മെഡിക്കൽ കോളേജ് കൊണ്ടുവന്ന് ഇവിടെ കണ്ണം കാല് തൊട്ട് ഈ ഇളി വരെയും ആ ഒടിഞ്ഞ കാല് എല്ലൊടിഞ്ഞതിൻ്റെ ഭാഗമായിട്ട് അവർ ഉറയിട്ട് നല്ലപോലെ ഉറയിട്ട് അമ്മയെ കൊണ്ട് വീട്ടിനകത്ത് ഇങ്ങനെ നേരെ നിവർത്തി കട്ടിൽ കിടത്തിയിരിക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം. അത് കഴിഞ്ഞ് അമ്മയുടെ നാട്ടിൽ നിന്നും ഇങ്ങനെ സുവിശേഷം പറയാൻ വേണ്ടിയിട്ട് ഞങ്ങളുടെ കട്ടച്ചിൽക്കുഴി ഭാഗത്ത് എല്ലായിടും സുവിശേഷം പറഞ്ഞിട്ട് നമ്മുടെ വീട്ടിൽ ഇവരെ ഭാര്യയും ഭർത്താവും, അത് പാസ്റ്ററും ഭാര്യയും കയറി വരുവാനായി തീർന്നു. അപ്പോൾ എൻ്റെ അച്ഛൻ്റെ ഫോട്ടോയും അമ്മയുടെ അച്ഛൻ്റെയും ഫോട്ടോ ഒരുമിച്ച് അവിടെ നടയിലിരുന്നത് കണ്ടുകൊണ്ട് ധൈര്യമായിട്ട് കയറുവായത് ഞങ്ങളുടെ വീട് തന്നെ എന്ന് പറഞ്ഞ് ഭാര്യയോട് പറഞ്ഞ് അവർ വീട്ടിൻ്റെ അകത്തോട്ട് കയറിയപ്പോൾ എൻ്റെ അമ്മ പറഞ്ഞു, എനിക്ക് എഴുന്നേക്കാൻ പറ്റില്ല, നിങ്ങൾ ആരാണ് ഞാൻ അകത്തോട്ട് കയറുവാന്ന് പറഞ്ഞു. ദൈവത്തിന് സ്തോത്രം. അവരകത്ത് കയറി ചെന്നപ്പോഴത്തേക്ക് അമ്മയുടെ നാട്ടുകാരാണ്. അമ്മയ്ക്ക് മനസ്സിലായി ആ മോനെ കസേര എടുത്തിട്ട് കൊടുക്കുക, അവരെ ഇരുത്തെന്ന് പറഞ്ഞു. ഞങ്ങൾ കസേര എടുത്തിട്ട് കൊടുത്ത് അവരെ അവിടെ സ്വീകരിച്ചിരുത്തി. പ്രൈസലോട്. എന്നിട്ട് അമ്മ ഈ സംഭവിച്ച കാര്യങ്ങളെല്ലാം അവരോട് പറയുവാനായി തീർന്നു. അങ്ങനെ അവർ നമുക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. അപ്പോൾ എൻ്റെ 3ാമത്തെ അനിയത്തി പറഞ്ഞു, അംബിക പറഞ്ഞു, ദൈവത്തിന് സ്തോത്രം, എൻ്റെ അമ്മ വടി ഊന്നാതെ തന്നെ ഞങ്ങൾ നടക്കുന്നത് പോലെ എൻ്റെ അമ്മയുടെ കാല് സൗഖ്യമായി നടന്നു പോകുന്നത് ഞങ്ങൾ കണ്ടു കഴിഞ്ഞാൽ നിങ്ങളുടെ ഈ ദൈവത്തെ ഞങ്ങൾ സേവിക്കുമെന്ന് പറഞ്ഞു. ദൈവത്തിന് സ്തോത്രം. അങ്ങനെ പറഞ്ഞു. അപ്പോൾ അവർക്ക് ഭയങ്കര സന്തോഷമായി. അപ്പം പറഞ്ഞു, മോളെ പേടിക്കണ്ട, ഇത് യേശു അത് ക്ലിയർ ആക്കിക്കൊള്ളും, അല്പം എണ്ണ എടുത്തുകൊണ്ട് പോകാമെന്ന് പറഞ്ഞു. അങ്ങനെ എണ്ണ എടുത്തുകൊണ്ട് കൊടുത്ത് അവർ പ്രാർത്ഥിച്ച് അമ്മയുടെ കൈ കൊടുത്തു. ചേച്ചി, നിങ്ങൾ കാലിൻ്റെ എവിടെയെങ്കിലും നിങ്ങൾ ഒടിഞ്ഞ കാലിൻ്റെ ആ ഭാഗത്ത് ഇടാൻ പറ്റുമെങ്കിൽ ഇട്ടുകൊള്ളി. ഇന്ന് ഞായറാഴ്ചയിൽ ഞങ്ങൾ പോവുകയാണ്. അടുത്ത ഞായറാഴ്ച ഉച്ചയ്ക്ക് ശേഷം ഞാൻ നിങ്ങളുടെ വീട് സന്ദർശിക്കാൻ വരും. അപ്പോൾ ചേച്ചി വടി ഇടിച്ചെങ്കിലും നിങ്ങൾ നടയിൽ ചെന്നിരിക്കുന്നത് ഞങ്ങൾ കാണുമെന്ന് പറഞ്ഞു. ദൈവത്തിന് സ്തോത്രം. അങ്ങനെ അവർ പ്രാർത്ഥിച്ച് തന്നിട്ട് പോയി. അമ്മ അതിൻ്റെ ഒരു വേള എവിടെയൊക്കെ എന്തോ അമ്മ ഇളിയുടെ ഭാഗത്തും കൊണ്ട് ഇട്ടു. ബാക്കിയെല്ലാം ഉറയാ. ദൈവത്തിന് സ്തോത്രം. അവർ ഒരു വ്യാഴാഴ്ച ദിവസം ആയപ്പോൾ തന്നെ അമ്മയ്ക്ക് ഈ ഉറ ഇരുന്നോടം എന്തോ ഊരൽ പോലെ. ദൈവത്തിന് സ്തോത്രം. എന്തോ ഒരു ചെറിയ ചൊറിച്ചിലിൻ്റെ അനുഭവം. അമ്മ അവിടെ ഇരുന്നു കൊണ്ട് ചൊറിഞ്ഞ് ലാസ്റ്റിൽ ഈ ഉറ 2ആയി വലിച്ച് കീറിക്കളയുവാനിടയായി തീർന്നു. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ എൻ്റെ അനിയത്തി ചോദിച്ചു, അമ്മ എണ്ണയ്ക്ക് ഇത്ര ശക്തിയോ? അപ്പോൾ യേശുവിന് ഇത്ര ശക്തി എന്നൊക്കെ ചോദിച്ചു. അമ്മ പറഞ്ഞു, ആ യേശുവിന് ശക്തി കൊണ്ട് ഞാൻ മറന്നുപോയി യേശുവിനെ എന്ന് പറഞ്ഞു. അങ്ങനെ ആ ഞായറാഴ്ച വന്നു. അതിനു മുമ്പായിട്ട് തന്നെ അമ്മ പറഞ്ഞു, മക്കളെ ഒരു കമ്പ് വെട്ടിത്താ, എനിക്ക് ഒന്ന് എഴുന്നേറ്റാൽ കൊള്ളാവുന്നുണ്ട്. അങ്ങനെ അമ്മയ്ക്ക് എഴുന്നേറ്റ് ചാരി ഇരിക്കാൻ മുകളിലൊരു കയറ് വടം കെട്ടി വെച്ചിട്ടുണ്ട്. അതിൽ പിടിച്ച് തൂങ്ങിയാണ് അമ്മ എഴുന്നേറ്റ് ചാരി ഇരിക്കുന്നത്. അന്നായപ്പോൾ ഞായറാഴ്ചയുടെ അന്ന് രാവിലെ അമ്മ പറഞ്ഞു, മക്കളെ ഒരു കമ്പ് ഞാൻ ഇടിച്ച് നടയിലോട്ട് പോയി ഇരിക്കട്ടെ എന്ന് പറഞ്ഞു. അങ്ങനെ എൻ്റെ അനിയത്തി തന്നെ ഒരു മടൽ തടി വെട്ടി കൊടുത്ത് അമ്മയുടെ കയ്യിൽ കൊടുത്ത് അമ്മ എൻ്റെ അനിയത്തിയുടെ തോളിലും പിടിച്ച് കമ്പിലും വടി ഊന്നി നടയിൽ പോയി ഇരിക്കുവാൻ ഇടയായി തീർന്നു. ദൈവത്തിന് സ്തോത്രം. നടയിൽ ചെന്നിരുന്ന് അമ്മ ആ കമ്പ് കൊണ്ട് നടയിൽ കുത്തി ഇരുന്നപ്പോഴത്തേക്കാണ് നടയിലൊരു കുപ്പിയുടെ അടപ്പ് കൊണ്ട് ആ കുപ്പിയെ എന്നെ തന്നെ വിളിച്ചു, മക്കളെ ഓടിവാ, ഈ നടയിലൊരു കുപ്പി ഇരിപ്പുണ്ട്, അതിനെ തോണ്ടിയിടെന്ന് പറഞ്ഞു. അപ്പോൾ ആ കുപ്പി എടുത്തപ്പോഴത്തേക്ക് ഞാൻ നോക്കിയപ്പം അത് കുപ്പി മാത്രമല്ല, അതിനകത്ത് തകിടുണ്ട്, തുളസിയില, ചെമ്പരത്തിപ്പൂവ്, അതുപോലെ ഭസ്മം, തകിട്, എല്ലാ സംഭവം അതിനകത്ത് കിടക്കുകയാണ്. അപ്പോൾ അമ്മ പറഞ്ഞു, അപ്പോൾ നമുക്കും പേടിയാണ്.
ഇതെന്താണ് ഇങ്ങനെ നടയിൽ കൊണ്ടുവച്ചതെന്ന് പറഞ്ഞുകൊണ്ട്. അപ്പോൾ അമ്മ പറഞ്ഞു ഇന്ന് ഉച്ചയ്ക്ക് ശേഷം ദൈവദാസം വരുമല്ലോ, നമുക്ക് കൊടുക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ ദൈവദാസം വന്നു, അവരെ കയ്യിൽ ഇതെടുത്ത് കൊടുത്തു. അവർ പറഞ്ഞു നിങ്ങളെ ബന്ധനം അഴിഞ്ഞിട്ടുണ്ട്, നിങ്ങളെ തള്ളിയിട്ടത് ഈ സംഭവമാണ് എന്ന് പറഞ്ഞു. അപ്പോൾ കൂടുതലായിട്ട് അവരൊന്നും പറഞ്ഞില്ല. എന്നാലും ഇത് അഴിഞ്ഞല്ലോ, ചേച്ചിക്ക് ഇപ്പം നടക്കാൻ പറ്റുമോ എന്ന് പറഞ്ഞു. അപ്പോൾ പാസ്റ്റർ പറഞ്ഞു ഒന്ന് എഴുന്നേറ്റ് നടക്ക് എന്ന് പറഞ്ഞു. അപ്പോൾ അമ്മ പറഞ്ഞ് നടക്കുമെന്ന് പറഞ്ഞു. അങ്ങനെ പതിയെ ഒന്ന് നടന്നപ്പോഴത്തേക്ക് ആ എല്ലിൻ്റെ ഒടിവിൻ്റെ അവിടെ അമ്മയ്ക്ക് വേദനയൊന്നുമില്ല. അങ്ങനെ നടന്ന് നല്ല ഭംഗിയായിട്ട് നടക്കാൻ ഇടയായി തീർന്നു. അപ്പോൾ അമ്മ വടിയുടെ സഹായം ഇല്ലാതെ അങ്ങ് നടന്നത്. അതോടെ എൻ്റെ അനിയത്തിയും അമ്മയും ആദ്യം ഈ ദൈവത്തെ സ്വീകരിപ്പാനിടയായി തീർന്നു. അമ്മ വടിയുടെ സഹായത്തോടെ സഹായമില്ലാതെ നടക്കുമെങ്കിൽ മാത്രമേ അവൾ ഈ ദൈവത്തെ സ്വീകരിക്കാവുന്ന അന്നേ വാക്ക് പറഞ്ഞിട്ടുണ്ട്. അതേപോലെ അവൾ ഈ യേശുവിനെ സ്വീകരിപ്പാനിടയായി തീർന്നു. അപ്പോൾ ഇവർ രണ്ടുപേരും ദൈവസന്നിധിയിൽ പോയി പ്രാർത്ഥിക്കുകയും വീട്ടിൽ വന്ന് അത് കണ്ടിന്യൂ ചെയ്യുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതെന്താണെന്ന് ഏതാണെന്നൊന്നും എനിക്കറിയില്ല. എൻ്റെ അച്ഛൻ പറഞ്ഞു തന്ന അതേ വഴിയിൽ ഇവർ പോയിട്ടും ആ പൂജാമുറിയിൽ എല്ലാ വെള്ളിയാഴ്ചയും വിളക്ക് കത്തിക്കുകയും നാമം പറയുകയും ഒക്കെ ചെയ്തുകൊണ്ടിരുന്നു. അങ്ങനെ ഒരു ദിവസം ആയപ്പോഴത്തേക്ക് എനിക്ക് തോന്നി അപ്പോൾ അമ്മ ഇരിക്കുന്നത് ഉള്ളുമുറിയിലാണ്. അവിടെ അവരെന്താണ് ചെയ്യുന്നത്? പള്ളിയിൽ പോയിട്ട് ഇവർ വന്ന് പായിട്ട് അവിടെ ഇരുന്ന് തലയിൽ മുട്ടാക്ക് വിട്ടിട്ട് ഇവരെന്താ ചെയ്യുന്നതെന്ന് കാണാൻ വേണ്ടി ഞാൻ ഒളിഞ്ഞു നോക്കി. പൂജാമുറി അപ്പുറത്താണ്. പെട്ടെന്ന് നാമം പറഞ്ഞിട്ട് ഇവർ എന്താണ് ചെയ്യുന്നതെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഒളിഞ്ഞു നോക്കിയപ്പോൾ എൻ്റെ കണ്ണിൽ എനിക്ക് തോന്നി നമ്മുടെ ലൈറ്റ് വെട്ടം, സാധാ ലൈറ്റ് വെട്ടം അറിയാമല്ലോ, അതിൻ്റെ ഒരു 50 ലൈറ്റ് കത്തിച്ചാൽ ഇത്ര ഒരു വെട്ടമില്ല. ആ ഒരു വെട്ടമാണ് എൻ്റെ അനിയത്തിയുടെ ദേഹത്ത് ഇന്ന് ഞാൻ കാണുവാനിടയായി തീർന്നു. അത്ര വലിയ വെട്ടം, അത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല ഞാൻ കണ്ടത്. അങ്ങനെ ദൈവത്തിന് സ്തോത്രം. അത് ഒരു ദിവസം കണ്ടു. വീണ്ടും ഞാൻ പൂജാമുറിയിൽ വൈകുന്നേരം ആകുമ്പോൾ സന്ധ്യ ആകുമ്പോൾ തന്നെ നാമം പറയും. ആ നാമം പറഞ്ഞിട്ട് പകുതി പറയാതെ പകുതിയായിട്ട് ഞാൻ വീണ്ടും ഇദ്ദേഹത്തെ കാണാൻ വരും, എൻ്റെ അനിയത്തെ. അന്ന് കാണുമ്പോൾ അതിനേക്കാളും വെട്ടം. അപ്പോൾ ഇതെന്ത് സംഭവിച്ചതെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ചിന്തിക്കാറില്ല. ഞാൻ ചിന്തിക്കും, ചിന്തിച്ച് ഇങ്ങനെ വന്ന് വെട്ടം, നമ്മുടെ ബൾബിൻ്റെ വെട്ടമെങ്കിൽ ഇത്രയല്ലേ ഉള്ളൂ, ഇതെങ്ങനെ വന്നു ഈ വെട്ടമെന്ന് പറഞ്ഞു. അങ്ങനെ 3ാമത്തെ പ്രാവശ്യം ഞാൻ ഇത് നോക്കാൻ വന്നത് അവിടെ പുറത്തൂടെ തന്നെ ഞാൻ വീഴുവാനിടയായി തീർന്നു. എന്നിലുള്ള പൈശാചിക ശക്തി ഇളവാൻ തുടങ്ങി. ദൈവത്തിന് സ്തോത്രം. അപ്പോൾ ഈ ദൈവദാസം വന്നപ്പോഴത്തേക്ക് എല്ലാവരോടും ഞാൻ പറഞ്ഞു, എല്ലാ ദൈവങ്ങളും ഒന്ന് തന്നെ, സുവിശേഷമായിട്ട് എനിക്കൊന്നും കേൾക്കണ്ട. ദൈവദാസം പറഞ്ഞു, ഇല്ല മോളെ, ഈ നിങ്ങൾ സേവിക്കുന്ന ദൈവത്തെക്കാൾ ഒരു പ്രത്യേകത കർത്താവായ യേശുവിനുണ്ട് എന്ന് പറയാനിടയായി തീർന്നു. അപ്പോൾ അതെങ്ങനെ സംഭവിച്ചു? അതെങ്ങനെ എല്ലാ ദൈവവും ഒരുപോലെ തന്നെ എന്നാണ് എൻ്റെ അച്ഛൻ പഠിപ്പിച്ചതും ഞാൻ വിശ്വസിക്കുന്നതും എന്ന് പറഞ്ഞു. ദൈവത്തിന് സ്തോത്രം. അത് മക്കൾ ഈ ക്രിസ്തുവിൻ്റെ ഭാഗത്ത് വന്നില്ലല്ലോ, യേശുവിനെ നീ ആരാധിച്ചു തുടങ്ങുമ്പോൾ അതിൻ്റെ മഹത്വം നീ മനസ്സിലാക്കുമെന്ന് പറഞ്ഞു. ദൈവത്തിന് സ്തോത്രം. അങ്ങനെ അവരോട് തർക്കിച്ച് മുന്നേറി നിന്ന എന്നെ ഞാൻ ഈ ഒരു വെട്ടത്തിൻ്റെ മുന്നേ നിലമ്പാട വിടുവാൻ ഇടയായി തീർന്നു. ദൈവത്തിന് സ്തോത്രം. അവിടെ കിടന്നുകൊണ്ട് തുള്ളി എൻ്റെ വീട്ടിൽ കിടന്ന എല്ലാം വരച്ച് കീറി ഞാൻ ദൂരെ കളഞ്ഞു. ദൈവത്തിന് സ്തോത്രം. അത്ര തുള്ളലായിരുന്നു. പിറ്റേന്ന് ദേവാസനെ അറിയിച്ചു. ദേവാസൻ വന്നു അവർ പറഞ്ഞ് എന്നോട് ഉപവസിക്കാൻ പറഞ്ഞു. അപ്പോൾ ഈ ഉപവാസം, നമുക്ക് വ്രതമൊന്നേ അറിയാവുള്ളൂ, ഉപവാസം എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അപ്പോഴാണ് മനസ്സിലാകുന്നത്. അപ്പോൾ ഉപവസിക്കുക എന്ന് പറഞ്ഞാൽ നിങ്ങൾ ആഹാരമൊന്നും കഴിക്കാതെ മക്കളിത് ഉപവസിച്ച് ഈ പൈശാചിക ശക്തിയെ മാറ്റിത്തരാമെന്ന് പറഞ്ഞു. ദൈവത്തിന് സ്തോത്രം. അങ്ങനെ എൻ്റെ അമ്മ കൂടി പറഞ്ഞ് എന്നെ മനസ്സിലാക്കി ഞാൻ ഉപവാസം തുടങ്ങി. ഒരു 10 ദിവസം അങ്ങോട്ട് ഞാൻ ഉപവസിച്ച് ആഹാരം ഉച്ചവരെ ഉപവസിച്ചിട്ട് പിന്നെ ഭക്ഷണം കഴിക്കും. അങ്ങനെ ഒരു 10 ദിവസം കഴിഞ്ഞപ്പോഴത്തേക്ക് അപ്പാടെ എല്ലാം ഇളവാൻ ഇടയായി തീർന്നു. 30 ദിവസമൊന്നുമല്ല, 3 മാസം വരെ ഇത് സംഭവങ്ങൾ എൻ്റെ ശരീരത്തിൽ നിന്ന് ഓരോരോ പൈശാചികനും പോകാൻ ഒരു സമയമുണ്ട്. അതനുസരിച്ച് അതിപ്പോഴാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതനുസരിച്ച് ഇത് ഇളകാൻ തുടങ്ങി. എല്ലാം എൻ്റെ ശരീരത്തിൽ നിന്ന് അടിച്ച് സത്തിഞ്ഞ്. അപ്പോൾ ഈ തുള്ളിക്കൊണ്ടിരിക്കുമ്പോൾ എൻ്റെ അപ്പോഴുള്ളൊരവസ്ഥ എന്ന് പറഞ്ഞാൽ ഈ കഴുത്തിന് മുകളിൽ തലയില്ല, എനിക്ക് തലയില്ല. അപ്പോൾ നമ്മൾ എങ്ങനെയാണ് എന്നുള്ളൊരവസ്ഥ മനസ്സിലാക്കണം. എന്തൊക്കെ എൻ്റെ ശരീരത്തിൽ ആ പിശാച് എന്ത് ചെയ്തിരുന്നാലും എനിക്ക് അത് മനസ്സിലാക്കാൻ പറ്റിയില്ല. ആ രീതിയിൽ എന്നെ തകർത്ത് കളഞ്ഞു പിശാചുകളെല്ലാം കൂടെ.
ദൈവത്തിന് സ്തോത്രം. അങ്ങനെ അടിച്ച് സത്യം ചെയ്ത് എൻ്റെ ശരീരത്തിൽ നിന്നെല്ലാം എല്ലാ പിശാചും മാറിയതിന് ശേഷം ഒടുവിൽ അവരെ പള്ളിയിൽ എന്നെ കൊണ്ടുപോയത്. പള്ളിയിൽ കൊണ്ടുവന്ന് ഇതുപോലെ അവരെല്ലാവരും വളഞ്ഞുകൂടിയിരുന്ന് കൈയടിച്ച് പ്രാർത്ഥിക്കുകയാണ്. കൈയടിച്ച് ആരാധിച്ചപ്പോൾ അതിൻ്റെ ഇടയിൽ വീണ്ടും തുള്ളി ഇങ്ങനെ എല്ലാ ശക്തികൾ എന്നെ വിട്ട് മാറിപ്പോയി. ഞാൻ ചാരി ഇരിക്കുകയാണ്, തളർന്നു. അപ്പോൾ ദൈവദാസൻ ചോദിച്ചു, മോളെ നീ ഇന്നലെ വരെ ഞങ്ങളോട് തർക്കിച്ചല്ലോ, നിൻ്റെ ദൈവങ്ങളെ പോലെയാണ് ഈ കർത്താവായ യേശു എന്ന്. എന്നാൽ ഇപ്പോൾ ഈ സമയത്ത് കർത്താവായ യേശു മാത്രം നിൻ്റെ അരികിലുണ്ട്. നീ സേവിച്ച ദൈവങ്ങളെല്ലാം പോയി എന്ന് പറഞ്ഞു. എല്ലാം സത്യം ചെയ്തു പോയി. ഇനി പോയ ആ ദൈവങ്ങളെ ഇങ്ങോട്ട് തിരിച്ച് വിളിക്കണോ, അതാ അവരൊപ്പം പോവാതെ നിൻ്റെ കൂടെ നിൽക്കുന്ന ഈ ദൈവത്തെയാണോ വേണ്ടതെന്ന് ചോദിച്ചു. അപ്പോൾ എനിക്ക് ഉത്തരം മുട്ടി. ഞാൻ കുറച്ച് നേരം അങ്ങനെ ആലോചിച്ചിട്ട് ഞാൻ പറഞ്ഞു, ദൈവത്തിന് സ്തോത്രം, ആ ബൈബിൾ ഇങ്ങെടുത്ത് തന്നാൽ മതി എന്ന് പറഞ്ഞു. അങ്ങനെ 2 കൈയും നീട്ടി ഞാൻ ബൈബിൾ സ്വീകരിച്ച ഞാൻ ഇന്ന് വരെ ഞാൻ ബൈബിൾ താഴെ വെച്ചിട്ടില്ല. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന് സ്തോത്രം. അങ്ങനെ ഞാൻ ഈ യേശുവിനെ സ്വീകരിപ്പാൻ ഇടയായി തീർന്നു. അപ്പോൾ ഞാൻ അപ്പോഴും ആലോചിച്ചെന്ന് പറഞ്ഞാൽ, യേശു വന്ന മേലായ നാമത്തിൻ്റെ മുന്നേ നിലനിൽക്കാൻ കഴിയാത്തതാണല്ലോ എൻ്റെ ദൈവങ്ങൾ. അപ്പോൾ പേടിച്ച് ഓടിക്കളഞ്ഞത് എന്തുകൊണ്ട്? ഈ ദൈവത്തിൻ്റെ മുന്നേ അവർക്ക് നിലനിൽക്കാൻ കഴിഞ്ഞില്ലല്ലോ. അങ്ങനെയെങ്കിൽ ഓടിക്കഴിഞ്ഞ ദൈവങ്ങളൊന്നും എനിക്ക് വേണ്ട. എൻ്റെ മുന്നേ ഉറപ്പോട് ധൈര്യത്തോടെ നിന്ന ഈ ദൈവം മതി എന്ന് പറഞ്ഞാൽ ഞാൻ 2 കരവും നീട്ടി ബൈബിൾ സ്വീകരിച്ചത്. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന് സ്തോത്രം. അതിനുശേഷം എൻ്റെ കുടുംബം നോക്കിയാൽ എൻ്റെ ഭർത്താവ് ഒരു മന്ത്രവാദിയുടെ മകനാണ്. പിന്നെ കഠിനംകുളം ക്ഷേത്രത്തിലെ പൂജാരിമാരാണ് എൻ്റെ ഭർത്താവിൻ്റെ അച്ഛനും അമ്മയും. രാത്രി കോഴിയും പൂവും ഹാരവും ഒക്കെ എഴുതി കൊടുക്കുന്ന എല്ലാവരും സംഭവം വാങ്ങി കിറ്റോടുകൂടി കൊണ്ടുവരും. ദൈവത്തിൻ്റെ സ്തോത്രം. എന്നിട്ട് ഈ രാത്രി വരുന്നവർ രോഗിയായി വരുന്നുവെങ്കിൽ അവർ പിറ്റേന്ന് രാവിലെ ഇവർ മന്ത്രവാദങ്ങളൊക്കെ ചെയ്ത് കോഴിയെ അറുത്ത് കുരവയിട്ട് എല്ലാം പോയതിന് ശേഷം രാവിലെ സുഖമായിട്ടാണ് പോകുന്നത്. വീട്ടിൽ നടക്കുന്ന സംഭവം. പിന്നെ വെള്ളിയാഴ്ച തീകുണ്ടം ഒരുക്കി കട്ടക്കനലിൽ നിന്നാണ് നൃത്തം ചെയ്യുന്നത് എൻ്റെ ഭർത്താവിൻ്റെ അമ്മ. അപ്പോൾ അവരുടെ മകനാണ് എനിക്ക് ഭർത്താവായിട്ട് വന്നത്. എന്നാൽ ഈ ദൈവം, ഈ കർത്താവായ യേശു എൻ്റെ ഹൃദയത്തിൽ വന്നതിന് ശേഷം ഞാൻ നല്ല സ്നേഹം എന്താണെന്നും നല്ല ഒരു സന്തോഷത്തിൻ്റെ അനുഭവം എന്താണെന്ന് ഞാൻ മനസ്സിലാക്കിയത് കർത്താവായ യേശു എൻ്റെ ഉള്ളിൽ വന്നതിന് ശേഷമാണ്. അതിനുശേഷം ഞാൻ മറ്റുള്ളവരെയും, ഞാൻ എന്നെ സ്നേഹിക്കുന്നത് പോലെ അല്ല എൻ്റെ കർത്താവിനെ സ്നേഹിക്കുന്നത് പോലെ മറ്റുള്ളവരെയും സ്നേഹിക്കാൻ തുടങ്ങി. മറ്റുള്ളവർക്കും അവർക്ക് എന്തെങ്കിലും എന്നെ കൊണ്ട് കഴിയുന്ന സഹായങ്ങൾ ഞാൻ ചെയ്യാൻ തുടങ്ങി. അതുവരെ ആർക്കും ഒരു കാര്യം ഞാൻ ചെയ്യത്തില്ല. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന് സ്തോത്രം. അത്ര അങ്ങനെയുള്ളൊരു കുടുംബത്തിൽ ഞാൻ ജീവിച്ചതും ഞാൻ ജനിച്ചതും. യേശുവിനെ അറിഞ്ഞപ്പോൾ എനിക്ക് മറ്റുള്ളവരെ എങ്ങനെ സ്നേഹിക്കണം, അവരോട് എങ്ങനെ ഇടപെടണമെന്നൊക്കെ എനിക്ക് മനസ്സിലാകാൻ തുടങ്ങി. ദൈവത്തിന് സ്തോത്രം. എൻ്റെ കുടുംബമാണ്. 3 കുഞ്ഞുങ്ങളുണ്ട്, 2 ആണും 1 പെണ്ണും. ഈ 3 കുഞ്ഞുങ്ങളും ഭർത്താവും ഞാനുമായിട്ട് ഒരിടത്ത് ഇരുന്ന്, അല്ലെങ്കിൽ അവർ വൈകുന്നേരം ജോലി കഴിഞ്ഞ് വരുമ്പോഴത്തേക്ക് എന്തെങ്കിലും അവർ വാങ്ങിക്കൊണ്ടുവരും. അവിടെ അത് തിന്നാനല്ല സമയം. എന്തെങ്കിലും ഒരു സംസാര വിഷയം ഉണ്ടായി പിന്നെ അവിടെ അടിയായി, പിടിയായി, കലക്കമായി, ഒരു സ്വൈരതയില്ല. പിന്നെ അടിച്ച് പിരിഞ്ഞ് അവിടെ നിന്ന് 4 ചിഹ്നമായിട്ട് അങ്ങ് മാറും. ഇതാ എൻ്റെ കുടുംബത്തിൻ്റെ അവസ്ഥ. പിന്നെ മക്കൾ എവിടെ പോയി നിൽക്കുന്നോ, ഞാൻ എവിടെ പോയി നിൽക്കുന്നോ. പലപ്പോഴും അയൽവക്കത്തുള്ള എൻ്റെ കൂട്ടുകാരി പത്മിനി എന്ന് പറയും, അവരെ വീട്ടിലാണ് ഞാൻ ഓടിയെത്തുന്നത്. ഓടിയെത്തുമ്പോൾ അവർ തന്നെ കേൾക്കും, എന്തടി അവിടെ നടക്കുന്നത്. ദൈവത്തിന് സ്തോത്രം. ഞാൻ പറഞ്ഞു, ചേച്ചി ഇന്നതേപോലെയാണ്, എനിക്ക് സ്വൈരതയില്ല, സമാധാനമില്ല. അതുകൊണ്ട് മക്കളിപ്പോൾ അമ്മയുടെ അടുത്ത് കിടന്ന് ഉറങ്ങുന്നതായിരിക്കും, ഞാൻ അതാ ഇങ്ങ് പോകുന്നു എന്ന് പറഞ്ഞു. പിന്നെ എല്ലാവരും ഉറങ്ങിയതിന് ശേഷമാണ് ഞാൻ ആ വീട്ടിൽ നിന്ന് എൻ്റെ വീട്ടിലേക്ക് പോകുന്നത്. അങ്ങനെയുള്ള ദിവസങ്ങളൊക്കെ ഞാൻ ഇപ്പോൾ ഓർക്കുകയാണ്. അതിനുശേഷം എൻ്റെ അമ്മയുടെ കൂടെ ഞങ്ങൾ ആരാധിക്കാൻ പോകും. ദൈവത്തിന് സ്തോത്രം. ദൈവത്തെ ആരാധിക്കുവാൻ തുടക്കമായി. ദൈവത്തിന് സ്തോത്രം. എങ്ങനെ ആരാധിക്കണമെന്ന് പോലും എനിക്കറിയത്തില്ല. തലയിൽ എന്തിനാണ് തുണി ഇടണമെന്ന് അറിയത്തില്ല. അവിടെ പോകുന്നത് ഞാൻ ഫസ്റ്റിൽ പോയി തുടങ്ങിയത്, അതായത് കോവിലിൽ നമ്മളെങ്ങനെ സെറ്റ് മുണ്ടും ഉടുത്ത് അണിഞ്ഞൊരുങ്ങി പൂവൊക്കെ വെച്ച് പോവുമോ അതുപോലെയാണ് ഞാൻ പള്ളിയിൽ ആദ്യമായിട്ട് പോയത്. ദൈവത്തിന് സ്തോത്രം. അവിടെ ചെന്നപ്പോഴത്തേക്ക് അവിടുത്തെ ഇതെല്ലാം കണ്ടപ്പോൾ പതുക്കെ ഈ തലയിലിരുന്ന പൂവെല്ലാം വലിച്ച് ഇനി എടുത്ത്, ദൈവത്തിന് സ്തോത്രം, എടുത്ത് ഇപ്പുറത്ത് വരാന്തയിൽ ഇട്ടിട്ടാ പിന്നെ തലയിൽ ബാക്കി ഈ തുമ്പെടുത്ത്
ദൈവത്തിന് സ്തോത്രം. സാരിയുടെ തുമ്പെടുത്ത് തലയിൽ കൂടി ഇട്ടും കൊണ്ട് പള്ളിക്കകത്ത് പോയിരുന്നത്. ദൈവത്തിന് സ്തോത്രം. അങ്ങനെ പ്രാർത്ഥിച്ചു. അത് കഴിഞ്ഞ് ഈ ദൈവം എൻ്റെ ജീവിതത്തിൽ ഈ സമാധാനം ഉണ്ടായി വന്നതിന് ശേഷം എൻ്റെ ഭർത്താവ്, ഹല്ലേലൂയ, ഭർത്താവിന് വേണ്ടി എൻ്റെ ഭർത്താവ് ഇതുപോലെ ഈ സന്തോഷം അനുഭവിക്കട്ടെ എന്നും പറഞ്ഞ് 3 മാസം 90 ദിവസം ഇവർക്ക് വേണ്ടി ഞാൻ ഉപവാസം എടുക്കാനിടയായി തീർന്നു. അങ്ങനെ ദൈവത്തിന് സ്തോത്രം ഉപവസിച്ചു. അങ്ങനെ എൻ്റെ ഭർത്താവും ഈ യേശുവിനെ സ്വീകരിപ്പാൻ ഇടയായി തീർന്നു. ദൈവത്തിന് സ്തോത്രം. എൻ്റെ വീട്ടിൽ ഇപ്പോൾ വളരെ സന്തോഷം. ഞാൻ കർത്താവിൻ്റെ സന്നിധിയിൽ ഇപ്പോൾ വളരെ സന്തോഷം ഞാൻ അനുഭവിക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം. എൻ്റെ മക്കളും അതെ. ഇതിൻ്റെ ഇടയ്ക്ക് എൻ്റെ മൂത്ത മകൻ്റെ കാലിലൊരു മുഴ ഇങ്ങനെ വന്നു. 3 പേരെയും കൊണ്ട് മല ചവിട്ടാൻ വേണ്ടി നേർന്നു വിട്ടിരുന്ന പിള്ളേരാണ്. ദൈവത്തിന് സ്തോത്രം. ഈ മുഴ വന്നപ്പോഴത്തേക്കും അതിനു മുമ്പായിട്ട് ഞാൻ ഈ യേശുവിനെ അറിഞ്ഞതുകൊണ്ട് ദൈവസന്നിധിയിൽ കൊണ്ടുപോയി പാസ്റ്റോട് പറഞ്ഞു, ഇതുപോലെ എൻ്റെ മോൻ്റെ കാലിലൊരു മുഴയാണ്, അതിന് എന്ത് ചെയ്യട്ടെന്ന് പറഞ്ഞു. അപ്പം പറഞ്ഞു, മക്കളെ അതൊന്നുകൊണ്ടും പേടിക്കണ്ട, സകല എണ്ണ പ്രാർത്ഥിച്ച് ഇപ്പോൾ ഇട്ടുതരാമെന്ന് പറഞ്ഞ് അവർ എന്നെ പ്രാർത്ഥിച്ച് തടവി. പിറ്റേന്ന് തന്നെ അതങ്ങ്. അപ്പോൾ അവർ അതിനു മുമ്പായിട്ട് ചോദിച്ച്, നീ ഈ മോനെ കർത്താവിന് വേണ്ടി സമർപ്പിക്കുമെന്ന് കേട്ടോ. അപ്പോൾ ഞാൻ വിചാരിച്ച് കർത്താവിന് വേണ്ടി സമർപ്പിക്കാമെന്ന് കർത്താവിന് കൊല്ലാൻ കൊടുക്കാനാണോ എന്നൊക്കെ ആയിരുന്നു. എനിക്ക് അറിയില്ലല്ലോ. ദൈവത്തിന് സ്തോത്രം. അപ്പോൾ പറഞ്ഞ്, ഇല്ല മോളെ, കർത്താവിൻ്റെ വേല ചെയ്യണം ഇവൻ വളരുമ്പോൾ. ഞാൻ പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ എൻ്റെ 3 മക്കളെയും തരാം കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി. അങ്ങനെ സമർപ്പിച്ച് അവരെ കുഞ്ഞുനാളിലെ തന്നെ 3 പേരെയും ദൈവസന്നിധിയിൽ പ്രതിഷ്ഠിച്ചു. 12 വയസ്സായപ്പോൾ സ്നാനപ്പെടുത്തി. ആ മുഴ അതോടുകൂടി മാറി. ഇന്നും അവർ വളരെയധികം സന്തോഷം അനുഭവിക്കുന്നുണ്ട്. അന്ന് 2 കൈകളും നീട്ടി സ്വീകരിച്ച ബൈബിൾ ഇന്നുവരെയും നളിനിയുടെ രക്ഷാവചനങ്ങളാണ്. ക്ഷേത്രപൂജകളും മന്ത്രവാദങ്ങളും നിറഞ്ഞ ഒരു കുടുംബാന്തരീക്ഷത്തിൽ നിന്നാണ് നളിനി യേശുവിനെ അറിഞ്ഞത്. ക്രിസ്തു രക്ഷകനായി ഹൃദയത്തിൽ വസിക്കാൻ ആരംഭിച്ചപ്പോൾ നളിനിയുടെ ജീവിതം മാറി. ഹൃദയം സ്നേഹത്താൽ നിറഞ്ഞു. അതേപോലെ രണ്ടാമത്തവൻ പൈശാചികൻ വഴിമാറുന്നത് അവൻ്റെ കണ്ണാലെ കണ്ടിട്ടുണ്ട്. ദൈവത്തിന് സ്തോത്രം. അത് കഴിഞ്ഞ് എന്നിൽ കൂടി തന്നെ ഇപ്പോൾ അനേകരുടെ അന്ധകാരങ്ങളെ മാറ്റുവാൻ ദൈവം അടിയനെ ഉപയോഗിക്കുന്നുണ്ട്. ദൈവത്തിന് സ്തോത്രം. അതുപോലെ തന്നെ കർത്താവിൻ്റെ വേലയുടെ ഭാഗത്ത് തിളങ്ങി നിൽപ്പാൻ ഉന്നതങ്ങളുടെ ശക്തിയെ ഞാൻ പ്രാപിച്ച് ഇന്ന് അനേക ശുശ്രൂഷകളിൽ എന്നെ ദൈവം ഉപയോഗിക്കുന്നുണ്ട്. അതേപോലെ എൻ്റെ സഹോദരങ്ങളെയും ഇപ്പം കർത്താവിൻ്റെ സന്നിധിയിൽ കടന്നു വന്നിട്ടുണ്ട്. അവരും ദൈവവേലയുടെ ഭാഗത്താണ്. 4 പേരും, ഒരാളും പുറകോട്ട് നിൽപ്പുണ്ട്. ഇപ്പോൾ ബാക്കി 3 പേരും കർത്താവിനോട് മുൻപന്തിയിൽ നിന്ന് കർത്താവിൻ്റെ വേല ചെയ്യുവാനിടയായി തീർന്നിട്ടുണ്ട്. അങ്ങനെ ഈ സ്നേഹത്തിൻ്റെ നിധി, സ്നേഹത്തിൻ്റെ ഉറവിടമായ കർത്താവിനെ സ്വീകരിപ്പാൻ ഇടയായതിൽ ഞാൻ വളരെയധികം സന്തോഷിക്കുന്നു. ക്രിസ്തുവിൻ്റെ സമാധാനത്താൽ നിറഞ്ഞ കുടുംബാന്തരീക്ഷത്തിൽ ഇന്ന് മുഴങ്ങുന്നത് സ്തുതിഗീതങ്ങളുടെ ആരാധനകളാണ്. ആ ആനന്ദഗീതങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്നത് സ്വർഗീയ നിറവിൻ്റെ ആത്മസ്പർശനങ്ങളാണ്. യേശു